തെയ്യം, തിറ എന്നീ ദൈവരൂപങ്ങൾ കെട്ടിയാടുന്നവരുടെ പ്രവചനം സത്യമാണോ? ഇവിടെ കെട്ടിയാടുന്നവര് അവരുടെ വിഹിതമായ ഉപാസനകൾ ചെയ്തുകൊണ്ട്, അവർക്ക് വിഹിതങ്ങളായ ഉപാസനകൾ ചെയ്തുകൊണ്ട് ആ ഉപാസനയിലൂടെ ലഭിച്ച ഭക്തിഭാവത്താലും ഏകാഗ്രതയാലും ദേവതാഭാവം അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നത് ശരിയാവും എന്നാണ് എന്റെ വിശ്വാസം. നേരെ മറിച്ച് അത് ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില്ലാനം കിട്ടാൻ വേണ്ടിയോ വേഷം കെട്ടി തുള്ളുന്നവര് അത് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞതേ ഉണ്ടാവും. മറ്റവര് പറഞ്ഞാൽ പറഞ്ഞ തന്നെയാണ്, അനുഭവത്തിൽ വരും. അത് വേർതിരിക്കാൻ നമുക്കറിയില്ല. ശരിയായ ഉപാസന നിഷ്ഠയോടുകൂടി കഴിയുന്നവരായിരിക്കും. അവര് സ്വയം ആ ദേവതാ ഭാവത്തെ പ്രാപിക്കുകയാണ്. ദേവതാഭാവത്തെ സ്വയം പ്രാപിക്കുകയാണ്. അത് തന്നെയാണ് വെളിച്ചപ്പാടിന്റെ സ്തുതിയും. തൊട്ടടുത്ത ചോദ്യം കോമരങ്ങളും അഥവാ വെളിച്ചപ്പാട് എന്താണെന്നാണ്. നിരന്തര ഉപാസനയിലൂടെ തന്റെ വൈയക്തികമായ ഭാവം പോയി ദേവതാഭാവം തന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ് ഈ വെളിച്ചപ്പാടെന്ന് പറയുന്നത്. അവിടെ തന്റെ ജീവാത്മഭാവത്തിനപ്പുറത്ത് ദേവതാത്മഭാവം പ്രകാശിക്കും. അത് നിരന്തര ഉപാസനയിലൂടെ സാധിക്കുന്നതാണ്. അത് അവർക്ക് അവരുടേതായ വിധാനങ്ങളുണ്ട്, അവരുടേതായ ഉപാസനാ ക്രമങ്ങളുണ്ട്. അവരാണ് വെളിച്ചപ്പാടായി തീരുന്നത്. അപ്പൊ എല്ലാ വെളിച്ചപ്പാടും അങ്ങനെയാണോ എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. അത് ഓരോരുത്തർ എങ്ങനെയാണോ, വെറുതെ പുറത്ത് കാണിക്കുന്നവരാണോ, പൈസയ്ക്ക് വേണ്ടി തുള്ളുന്നവരാണോ അറിയില്ല, അങ്ങനെയുള്ളവരുണ്ടാവാം. എന്നാൽ ഉപാസനാഭാവത്തിൽ ചെയ്യുന്നവർ, അതിനൊക്കെ ഒരു ഗുരുപദേശമുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്. വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വേദം അല്ലെങ്കിൽ ഇതിഹാസം അല്ലെങ്കിൽ പുരാണം അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം, തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമല്ല സനാതന ധർമ്മം. മറിച്ച് ഗുരുപദേശത്തിലൂടെ തുടർന്നു പോരുന്ന പല ക്രമങ്ങളുണ്ട്. അതിഗുഹ്യങ്ങളായ രഹസ്യങ്ങളായ പല സമ്പ്രദായങ്ങളുണ്ട്. അവിടെ സൂക്ഷ്മങ്ങളായ മന്ത്രവിധാനങ്ങളും മന്ത്രശാസ്ത്രങ്ങളും, മന്ത്രശാസ്ത്രങ്ങൾ അധികവും എഴുതപ്പെട്ടതേ അല്ല. മറിച്ച് രഹസ്യമായി ഗുരു ശിഷ്യന് പകർന്നു കൊടുത്തുകൊണ്ട് തലമുറകളായി പിന്തുടരപ്പെടുന്നതാണ്. അങ്ങനെയുള്ള മന്ത്രവാദത്തിന്റെ, അങ്ങനെയുള്ള മലബാരത്തിന്റെ, അങ്ങനെയുള്ള ശാക്തേയ ശൈവാദി വിഭാഗങ്ങളിലുള്ള പല ക്രമങ്ങളും. എല്ലാ ക്രമങ്ങളും ശ്രേഷ്ഠമാണ് ഭക്തിഭാവത്തോടുകൂടി ഒരു ഗുരുപദേശ ക്രമം അനുസരിച്ച് തുടരുന്നുണ്ടെങ്കിൽ. അപ്പൊ അതിൻ്റെതായ ഫലസിദ്ധിയും ഉണ്ടാവും. അല്ലെങ്കിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, അത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രസകരമായൊരു സംഭവമുണ്ട്. നിങ്ങൾ പലരും കേട്ട് മടുത്തിട്ടുണ്ടാവും. അത് ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്നലെ പറഞ്ഞ നാണോ വാങ്ങില്ല, അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും ഒരു ക്ഷേത്രത്തില് ഒരു കട്ടില വെക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചു. ഞാൻ കട്ടില വെപ്പിന് പോയി. അപ്പൊ അവര് വിളിച്ചപ്പോ തന്നെ ചോദിച്ചിരുന്നു, ഇവിടെ വെളിച്ചപ്പാടൊക്കെ ഉണ്ടാവും, എന്താണ്? ഉണ്ടാവും സ്വാമി, അത് ഉത്സവത്തിന് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇന്നത്തെ ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല. വെളിച്ചപ്പാടിനെ ബഹുമാനിക്കാഞ്ഞിട്ടല്ല, എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്, ഇതൊക്കെ വേണം തന്നെയാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. ശരിക്കും എന്തോ എനിക്ക് വ്യക്തിപരമായി നമ്മുടേതായ ഒരു പോരായ്മയാണ്, അതിന്റെ പോരായ്മയല്ല. ഈ തലയൊക്കെ വെട്ടി പൊളിക്കണവരെ കണ്ട ഒരു സുഖമില്ല, അതുകൊണ്ടാണ് ഇഷ്ടമില്ല. ആ സമയത്ത് അത് വേണം തന്നെ അഭിപ്രായം. അത് രാജസികമായ ഉപാസനാക്രമത്തിൽ വേണ്ടതാണ് എന്നാണ് അഭിപ്രായം. നാട്ടിൽ വേണ്ടതൊക്കെ നമുക്ക് വേണ്ടല്ലോ, നമുക്ക് വേണ്ടതൊക്കെ നാട്ടിലും വേണ്ടല്ലോ. അതുകൊണ്ട് ഏതായാലും അവിടെ പോയി ആശാരി വന്നു, അതിന്റെ മറ്റു കർമ്മികളൊക്കെ ഉണ്ട്. അങ്ങനെ ചിദാനന്ദ സ്വാമി കട്ടില വെക്കുക എന്നുള്ള മട്ടിൽ, ആരാ കട്ടില വെക്കുന്നത്? ചിദാനന്ദ സ്വാമി അല്ല ശരിക്കും വെക്കേണ്ടത്, വാസ്തു വിശാരദനാണ്. ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ കയ്യൊക്കെ തൊട്ട് അങ്ങനെ പിടിച്ചു. ഒരാൾ അവിടുന്ന് നോക്കി പിടിച്ചു.
ഒക്കെ വിളിച്ച് തുള്ളി ചോട്ടി അയാൾ 4 ചുറ്റൊക്കെ ചുറ്റി വന്ന് ശ്രീകോവിലിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരാള് ചുമന്ന പട്ട് കൊടുത്തു, ഇയാൾ പട്ട് കൊടുത്തു, ഒരാൾ വാള് കൊടുത്തു, ഉടനെ വാളായി ദൈവമായി. അയാളൊക്കെ തുള്ളി ചാടി ഇതൊക്കെ പോയി. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോയി നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക്. ഞാൻ അദ്ദേഹത്തെ കാണുന്നതാണ്, മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ അവര് അടുത്ത് പോയി. ആ കൂട്ടത്തിൽ ഒരാൾ അവരോട് എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. ചില ആൾക്കാരോട് ഒരാളോട് ചോദിച്ചു, അപ്പൊ നമ്മളെ കൂട്ടത്തിലല്ല അല്ലേ? എന്താ മനസ്സിലായില്ല. അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം നേരിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. അവിടെ വന്നു, ഒരാൾ ഇളനീരൊക്കെ കൊടുത്തു, പിന്നെ ചുവന്ന പട്ടം കഴിച്ചു, വാളൊക്കെ മാറ്റി വെച്ചു. അയാൾ നേരെ പോയത് ഈ ക്ഷേത്രത്തിന്റെ അധികം ദൂരെ അല്ലാതെ പാർട്ടി ഓഫീസ് ഉണ്ട്, പ്രവർത്തിക്കാൻ പോയത്. അത് ഞാൻ കണ്ടു. ഏത് പാർട്ടി എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. അപ്പൊ ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനോടാണ് ചോദിച്ചത്, ഇപ്പൊ നമ്മളെ കൂടെ അല്ല അല്ലേ എന്ന്. ഞാൻ ഈ പ്രസിഡന്റിനോട് ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? അത് സ്വാമി, ഞങ്ങളൊക്കെ ഒരു പാർട്ടിയായിരുന്നു ആദ്യം. അപ്പൊ എന്നെ പാർട്ടിയാണ് സത്യത്തിൽ അമ്പല കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചത്. ഞാൻ ആദ്യം ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പാർട്ടി താല്പര്യത്തിന് വന്നതാ. പക്ഷെ എന്താണ് അറിയില്ല, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങോട്ട് ഇടപെട്ട് നോക്കുമ്പോ എനിക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഇവിടെ പ്രസിഡന്റ് വരെയായി. ആദ്യം മെമ്പർ ആവണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ മെമ്പർഷിപ്പ് എടുത്തു, എക്സിക്യൂട്ടീവിലേക്ക് വന്നു, പ്രസിഡന്റാ. അപ്പൊ ചിലപ്പോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഇപ്പൊ നമ്മളെ കൂടി അല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പാർട്ടിയിലല്ല അല്ലേ എന്നാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിക്കറിയില്ല, എന്നാവും എന്ന്. ഞാൻ പറഞ്ഞു അത് തന്നെയാവും. കാരണം ഞാൻ അങ്ങോട്ടാ പോയത്, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലൊക്കെ ധാരാളം ഈ മുത്തപ്പം കിട്ടുന്ന ഒരു പാർട്ടി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ധാരാളം പേര് വ്യക്തിപരമായിട്ട് അറിയാം, അതുകൊണ്ടാണ് പറയണം. അത് ചുറ്റി ശരിയായ മുത്തപ്പൻ, അതും ഭക്തിപൂർവ്വം മുത്തപ്പൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അത് ഉപാസനയിലൂടെ ആ ദേവതാഭാവം തന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. അവന്റെ അനുഗ്രഹം തന്നെയാണ്, അല്ലാതെ പറയുന്നത്. പക്ഷെ വേഷം കെട്ടി നടക്കണവരുന്നത് അത് കുറച്ച് കഠിനം തന്നെയാണ്. എന്നാ പിന്നെ അതൊക്കെ വേണ്ടേ? അങ്ങനെയും വേണമെന്നേ. എല്ലാവരും മുത്തപ്പനായി ശരിയാകുമോ? കുറച്ച് ഇതും വേണം, കുറച്ച് അതും വേണം. അങ്ങനെ കുറ്റം പറയരുത്. അവിടെ എല്ലാ പാർട്ടിക്കാരും ഇതൊക്കെ ആവുക എന്നാ എനിക്ക് പറയാനുള്ളത്. എല്ലാ പാർട്ടിക്കാരും ആവുക. അല്ലാണ്ട് എന്താ പറയാ?